രോഹിതേട്ടാ, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയാണ്. സത്യപ്രതിജ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കും. എന്നാലും ഇടത് സൈബർ കൂട്ടം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇനി അടുത്ത 5 വർഷം കേരളം കാണാൻ പോകുന്നത് ഒരു മോശം ഭരണമായിരിക്കും. പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ആരോപിക്കുന്നത് പോലെ ഇതുവരെ മന്ത്രിയായിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ? നല്ലൊരു മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ? അല്ലാതെ വി.ഡി. സതീശൻ വരും ദിവസങ്ങളിൽ തെളിയിക്കേണ്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ജനങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരാൻ പോകുന്ന വി.ഡി. സതീശൻ സർക്കാർ എത്തുമെന്ന തരത്തിൽ ചില സിമ്പലുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് സാർ എന്ന് പറയുന്നത് പോലെ ചില സിഗ്നലുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് എന്താണ്? വളരെ ജനകീയമായ ഒരു സർക്കാർ, ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സർക്കാർ, അതിനുമപ്പുറത്തേക്ക് നാട്ടിൽ വികസനം, പൊതുവിൽ കാണുന്ന തരത്തിൽ വികസനം എത്തിക്കുന്ന ഒരു സർക്കാർ, ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളിലേക്ക് ഞങ്ങൾക്ക് പോയി കണ്ട് കാര്യം പറയാൻ സാധിക്കണം, ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണം, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ തരണം, ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ മേഘ പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് നല്ലത് എന്ന സഖാക്കന്മാരുടെ വാദമുഖങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ സഖാക്കന്മാർ തന്നെ പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ നേഷൻ ഫസ്റ്റ് അടക്കമുള്ള UDF സപ്പോർട്ട് ചെയ്യുന്ന, എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് എതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ടല്ലോ, നമ്മുടെ ചാനൽ അടക്കമുള്ള ചാനലുകളുണ്ടല്ലോ. ഈ ഇടതുപക്ഷ സർക്കാർ ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചതിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇവരുടെ ഭരണം മോശമാണെന്നും ഇവരുടെ നേതാക്കന്മാരുടെ ഭരണം വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകാരുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവർ, പോസ്റ്റ് ഇടുന്നവരുണ്ടല്ലോ, ഇവരെയൊക്കെ വന്ന് തെറി വിളിക്കുന്ന സഖാക്കന്മാർ, നിങ്ങൾ പോയി കണ്ണാടിയിൽ നോക്കി പറയണം, ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, ഇവരൊക്കെ പറഞ്ഞത് ശരിയായിരുന്നു, ഞങ്ങൾ പറഞ്ഞ തെറികളിൽ, ഞങ്ങൾ ഇവരെ വിളിച്ച തെറികളിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പരസ്യമായിട്ടൊന്നും പറയണ്ട, രഹസ്യമായിട്ടെങ്കിലും ബെഡ്റൂമിലെ കണ്ണാടിയിൽ നോക്കി പറയണം. കാരണം ഈ 14 ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങളിൽ വിലയിരുത്തലുകൾ നടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് കമ്മ്യൂണിസത്തോടോ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടോ, പിണറായി വിജയനോടോ, CPM-നോടോ എതിർപ്പുള്ളത് കൊണ്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഈ മണ്ണിൽ വേണം, ഇവിടെ ഇടതുപക്ഷം വേണം, ഇവിടെ നല്ലൊരു ഭരണം വേണം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഭരണം വേണം, ജനങ്ങൾക്ക് ക്ഷേമം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ കുറ്റങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. മാന്യമായ ഭാഷയിൽ പറഞ്ഞു, കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, വളരെ ചൂടായിക്കൊണ്ട് പറഞ്ഞു, എങ്ങനെയൊക്കെ പറഞ്ഞു. ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷെ തിരുത്താൻ ഇവരാരും തയ്യാറായില്ല, ഒരു സഖാക്കന്മാർ പോലും തയ്യാറാക്കിയില്ല. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങളുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ചെയ്യുന്നതാണ് ശരി, ഞങ്ങൾക്കാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയാം, ഞങ്ങൾക്ക് ആരുടെയും മുന്നിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ആരുടെയും മുഖത്ത് ചിരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ജനങ്ങൾക്ക് എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ പാർട്ടി സമ്മേളന വേദിയിൽ പറഞ്ഞതാണ് MV ഗോവിന്ദൻ മാഷ്. ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ 100 പേർ ആ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു. ഓരോ പത്രസമ്മേളനം കഴിയുമ്പോഴും 100 പേർ വെച്ച് അകന്നു പോകുന്നു. ഇന്നലെ ഒരു ട്രാളോ ഉണ്ട്, പിണറായി വിജയൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടം വെച്ചിട്ട്, എന്താ ഞാൻ ആ കാര്യത്തിൽ മോശമാണോ? അല്ല, MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയാൽ 100 പേർ ആ പാർട്ടിയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ പത്രസമ്മേളനം കഴിയുമ്പോൾ 1000 പേരായി മാറുന്നൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. അനുവദിച്ചു കിട്ടിയ ജനങ്ങൾ ചാർത്തിക്കൊടുത്തൊരു തുടർഭരണത്തിന്റെ അഹങ്കാരത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചൊരു സർക്കാർ, 10 വർഷക്കാലത്തിൽ ആദ്യത്തെ 5 വർഷക്കാലത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യത്തെ 5 വർഷക്കാലങ്ങളിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ നാടിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ഒപ്പം നിന്ന സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് വീണ്ടും സർക്കാരിന് ഒരു തുടർഭരണം കൊടുത്തത്. അതിൽ ആദ്യ 5 തവണ സർക്കാരിനെ ജനപ്രിയരാക്കാൻ കൂടെ നിന്ന മന്ത്രിമാരെ ആദ്യം വെട്ടിക്കൊണ്ട് അവർക്ക് പലർക്കും സീറ്റ് നിഷേധിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയ സർക്കാർ അവരുടെ ഇഷ്ടക്കാരെ, പ്രീതിപ്പെട്ടവരെയൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചു. ആ മന്ത്രിസ്ഥാനങ്ങളിൽ മുഹമ്മദ് റിയാസിനെ പോലെ 1-2 പേർ മാത്രം വിജയിച്ചു കയറുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കണ്ടു. മുഹമ്മദ് റിയാസൊക്കെ ജയിച്ചതിന് കാരണം അവിടെ PV അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അല്ലാതെ ഏതെങ്കിലും ഒരു നല്ല കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും നല്ലൊരു UDF ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയോ വന്ന് നിന്നിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസും നിയമസഭയിൽ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ 7.5 തരമാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ PV അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നതാണ്. അവിടെ ഒരു നല്ല കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസ് നിയമസഭയിലേക്ക് എത്തില്ലായിരുന്നു എന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. നോക്കൂ, 35 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ വീണ്ടും അവരോധിക്കുകയാണ്. 62 വയസ്സുള്ള വി.ഡി. സതീശൻ, കൃത്യമായി ആരോഗ്യമുള്ള, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ കഴിയുന്ന, കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ഇന്നിന്റെ കാലത്തെ
ആധുനികമായ ടൂളുകൾ മൊത്തം ഉപയോഗിക്കാൻ അറിയാവുന്ന, സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് വേണമെന്ന് കൃത്യമായി അറിയാവുന്ന, പൊതുജനത്തിന് എന്ത് വേണമെന്ന് കൃത്യമായി അറിയുന്ന ആളുകൾക്ക് കയ്യിലെടുക്കാനും അതിനോടൊപ്പം തന്നെ തൻ്റെ അറിവും വായനയും എക്സ്പീരിയൻസും വെച്ച് കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ കഴിയുന്ന ടീം UDF. ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ പറയപ്പെടുന്ന KC വേണുഗോപാലും തമ്മിൽ തല്ലി. ആ തമ്മിൽ തല്ലിന് അവസാനം KC വേണുഗോപാലിന്റെ 8 MLA മന്ത്രിയാകുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടുന്നു. VD സതീശനൊപ്പം നിൽക്കുന്ന 1-2 പേർ മാത്രമാണ് ഈ പറയപ്പെടുന്ന ക്യാബിനറ്റ് പദവികളിലേക്ക് വരുന്നത്. ഇത് തല്ലിത്തീരും. പണ്ട് ഉമ്മൻചാണ്ടിക്ക് പാരവെച്ച കരുണാകരനെ പോലെ, പണ്ട് AK ആന്റണിക്ക് പാരവെച്ച കരുണാകരനെ പോലെ, തിരിച്ചു പാരവെച്ചവരെ പോലെ ഇത് തമ്മിൽ തീർന്നോളും, നമുക്ക് കരക്കിരുന്ന് കാണാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇന്നലെ കൃത്യമായി VD സതീശൻ പറയുന്നുണ്ട്, 10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. ഞങ്ങൾ സഹപ്രവർത്തകരാണ്. ഇതിൽ പലരും ഞങ്ങളുടെ ഗുരുക്കന്മാരാണ്. തോളോട് തോൾ ചേർന്ന് നിന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. ആദരണീയരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ നമ്മളടക്കം UDF-നെ ട്രോളിയല്ലോ സ്ഥാനാർത്ഥി നിർണയ സമയത്ത്. സ്ഥാനാർത്ഥികൾ വരുമോ അന്നും പറഞ്ഞു KC വേണുഗോപാൽ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ കൂടി വന്നു. KC വേണുഗോപാൽ തന്നെ പറയുന്നു, KC വേണുഗോപാൽ എന്നൊരു പക്ഷമില്ല കേട്ടോ. KC വേണുഗോപാൽ പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ ചർച്ച ചെയ്ത് KC വേണുഗോപാലിന്റെ 8 MLA മന്ത്രിയാകുന്നു. ഇന്നലെ റിപ്പോർട്ടർ TV ഒക്കെ എടുത്ത് ചർച്ച ചെയ്യാണ്. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു. നോക്കൂ, ആ ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ പേരുകൾ എടുത്ത് പരിശോധിക്കണം. PC വിശ്വനാഥ്, KC വേണുഗോപാലിനോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ടാകാം, അങ്ങനെ ഒരു പക്ഷമുണ്ടാകാം, എനിക്കറിയില്ല. എങ്കിലും PC വിശ്വനാഥ് 4ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമാണ്, ഈ പറയപ്പെടുന്ന KPCCയുടെ ഉപാധ്യക്ഷനായിരുന്നു. എന്തെല്ലാം സ്ഥാനമാനങ്ങളിൽ ഇരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യന് ഈ പറയപ്പെടുന്ന മന്ത്രിയാകാനുള്ള യോഗ്യതയില്ലേ? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പാർട്ടി നൽകിയ സീറ്റുകൾ മുഴുവൻ പരാജയപ്പെടുന്ന സീറ്റുകളെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ഇടതുകോട്ടയായ കൊല്ലത്തിന്റെ മണ്ണിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ബിന്ദു കൃഷ്ണ പാർട്ടിയിൽ സീനിയർ അല്ലേ? ഏതെങ്കിലും പക്ഷത്തിന്റെ പേരിലാണോ അവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ പറയപ്പെടുന്ന K മുരളീധരൻ, അത് VD പക്ഷത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് K മുരളീധരൻ കരുണാകരന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള, ക്വാളിറ്റിയുള്ള, അവകാശവാദം ഉന്നയിക്കാൻ എല്ലാ അവകാശമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ നിയമസഭയിൽ ഉണ്ടാകണ്ടേ? ഈ പറയപ്പെടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കിയത് KC പക്ഷക്കാരായതുകൊണ്ടാണോ? മുൻ ആഭ്യന്തരമന്ത്രിയാണ്. ഈ ജനാധിപത്യത്തിന്റെ, ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ആ മിനിറ്റുകൾക്കും അപ്പുറത്തേക്ക് പാർട്ടി പറയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായാൽ മതി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു, സ്പീക്കർ എന്നത് ചെറിയ പദവിയല്ല, ഞാൻ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനാണ്. അദ്ദേഹത്തിന് യാതൊരു വിധമായ എതിർപ്പുമില്ലാതെ ഈ പറയപ്പെടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലേക്ക് പോവുകയാണ്. ചാണ്ടി ഉമ്മന് സീറ്റ് കൊടുത്താൽ എന്തൊരു സ്നേഹമാണെന്നറിയാമോ ഈ വിമർശിക്കുന്നവർക്ക്? ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ എക്സ്പീരിയൻസ് 4 വർഷമാണ്. എന്നാൽ ചോദിക്കും, M ലിജുവിനെ പോലുള്ളവർ വന്നിട്ടില്ലേ എന്നുള്ളത്. ഉണ്ട്. പക്ഷേ അവിടെ ചില കമ്മ്യൂണിറ്റി ബാലൻസിങ്, പ്രാദേശികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ 4 തവണ MLA ആയ റോജി M ജോണിന് മെറിറ്റ് വീഴുന്നത് അത് KC പക്ഷക്കാരനായതുകൊണ്ടല്ല. ഈ റോജി M ജോണും KC പക്ഷക്കാരനാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാണ്ടി ഉമ്മനും ഈ പറയപ്പെടുന്ന KC പക്ഷക്കാരാണ്. അങ്ങനെയാണെങ്കിൽ KC ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ KCക്ക് വേണ്ടി മുറവിള കൂട്ടിയ നേതാക്കന്മാരുടെ പേരെന്താ? അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ യോഗ്യനല്ലേ? അഡ്വക്കേറ്റ് ആണ്. പിണറായി വിജയനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ആളാണ്. കോടതികളിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. എവിടെയെങ്കിലും പേര് ഉയർന്നു കേട്ടോ? KC എവിടെയെങ്കിലും മാത്യു കുഴൽനാടന് വേണ്ടി സംസാരിച്ചു, അല്ലെങ്കിൽ വലിയ ബഹളം വെച്ചു കേട്ടോ? KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആദ്യം പറഞ്ഞ അഡ്വക്കേറ്റ് പഴകുളം മധുവാണ്. എവിടെയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പേര് കേട്ടോ? MM നസീറാണ്. എവിടെയെങ്കിലും പേര് കേട്ടോ? ഇല്ല. യോഗ്യരായുള്ളവരെ ഇവർ 3 പേർക്ക് ചേർന്ന് തീരുമാനിച്ചു, ഹൈക്കമാൻഡിന് കൊടുത്തു. ഹൈക്കമാൻഡ് അതിൽ കൃത്യമായ ബാലൻസിങ് നടത്തി. രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് അൻവർ സാദത്തിനെ മന്ത്രിയാക്കണം, അല്ലെങ്കിൽ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം. IC ബാലകൃഷ്ണൻ 4 തവണ MLA ആളാണ്. പട്ടികവർഗ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്, ആദിവാസികളുടെ പ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് അദ്ദേഹം കടുപ്പിടുത്തം പിടിച്ചു. വേണമെങ്കിൽ M ലിജു വന്ന സ്ഥിതിക്ക് യുവാക്കളുടെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ പറയപ്പെടുന്ന അബിൻ വർക്കിയെ മന്ത്രിയാക്കണമെന്ന് രമേശ് ചെന്നിത്തല എവിടെയെങ്കിലും പറഞ്ഞില്ല. അതിനേക്കാൾ ഉപരി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന സജീവമായി നിൽക്കുന്ന പത്തനാപുരത്തിന്റെ ഇടതുകോട്ട പിടിച്ചെടുത്ത KB ഗണേഷ് കുമാറിന്റെ തറ പറ്റിച്ച ജ്യോതികുമാർ ചാമക്കാലയുടെ പേര് പറഞ്ഞില്ല. അർഹരായ ആളുകളുടെ പേര്, ഇവരൊന്നും അർഹരല്ല എന്നല്ല. VD സതീശൻ പറയുന്നു 102 പേർ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 102 പേരും മന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. എന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവർ, എന്റെ സഹപ്രവർത്തകർ, ഇവരെ ആരെയും മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിൽ അത്യന്തം സങ്കടമുണ്ട്. എങ്കിലും ചില സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിച്ച ആ 21 അംഗ മന്ത്രിസഭ, മുഖ്യമന്ത്രി അടക്കം 21 അംഗ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ് ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കും ഞങ്ങൾ പാലിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന VD സതീശൻ മന്ത്രിസഭയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ VD സതീശന് സാധിക്കും. VD സതീശന് വേണ്ടി അങ്ങ് തിരുവനന്തപുരത്ത് പാറശാല മുതൽ കാസർഗോഡ് വരെ, മഞ്ചേശ്വരം വരെ ഉയർന്നു കേട്ടൊരു മുറവിളിയുണ്ട്. ആ മുറവിളിക്ക്
ഇനി വരുന്ന ഇന്ന് 10 മണി മുതലുള്ള ദിവസങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും. അങ്ങനെ മറുപടി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ, നമ്മൾ തമാശക്കൊക്കെ പറഞ്ഞിരുന്ന, ട്രോളുകളായി പറഞ്ഞിരുന്ന ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ പ്രതിപക്ഷ നേതാവുമാകാനുള്ള യോഗ്യത പിണറായി വിജയനുണ്ടാകും.